നബീലിനെ ഞാൻ എൻ്റെ തോളത്ത് കയറ്റിയിട്ട് എല്ലാവരും, അതായത് എൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ്. അപ്പം എല്ലാവരും ഈ റൂമിൻ്റെ ഉള്ളിൽ അർശി നബിയിലും ബാസിലും ഇറങ്ങുന്ന റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് ലൈറ്റ് ഓണാക്കുക. ഫുൾ ഭയാനക സംഭവം വേണ്ട. അതല്ല പേടിപ്പിക്കാറ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ റിയൽ പ്രേത കഥയാണ്. ഇതെന്താ വെച്ചാൽ നമ്മൾ റൂമിൽ വേണം, നമ്മളെല്ലാവരും റൂമിൽ വേണം, അവിടെ ഇവിടെ ആയിട്ട്. എന്നിട്ട് ആദ്യം കണ്ടോ ഞാനോ ഇത് കണ്ടിട്ട് കഥ കേട്ടോ ഞാൻ പോവാം, പിന്നെ കണ്ടു പേടിച്ചാണ്ട് നോക്കും തമ്പി സ്ക്രിപ്റ്റ് കൊഞ്ചം കേൾക്കുമ്പോ. എന്നിട്ട് ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ നബീലും ഞാനും, അതായത് ബാസിലും ഇവർ ഉറങ്ങണതിൻ്റെ നേരെ ബെഡിൻ്റെ മുന്നിൽ നിൽക്കും. അപ്പൊ ഞങ്ങൾ രണ്ടോളം പ്രേതം. എന്നിട്ട് നിങ്ങളിൽ ഒരാൾ ഓല അറിയാതെ ഓലപ്പം കടന്നുറങ്ങണം, മനസ്സിലായോ? ഓലിപ്പോ ഓൾറെഡി ഉറങ്ങണം. ഇതെന്താ അതാരാ പറയാ സൽമാൻ ബാസിലെ സൽമാൻ അവിടെ പോയിട്ട് ഒച്ചുണ്ടാവൂല ബാസിനെ മറ്റേ താരം തീർച്ചിട്ടേ. അപ്പം വേറെ പ്ലാൻ ബി അല്ല, അടുക്കളയിൽ വേറെ പ്രേതത്തിന് എത്തുക. അപ്പൊ ഇനിയിപ്പോ അടുക്കളയ്ക്കും ബാത്റൂമിൽ ഒന്നും പോകണ്ട, എവിടെ ആരാ നിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. എന്നാ നമുക്ക് പ്ലാൻ വരും ലാൽ ജോസാ പിന്നെ എങ്ങനെ പറഞ്ഞു ആ തോണ്ടൽ വരെ കറക്റ്റാണ്. അങ്ങനെ ഓവറായിട്ട് അങ്ങനെ പറയുന്നത് ബാസില് മൂട് മാറിപ്പോവും. മോളെ ഇന്ന് മോളെ കൂടെ അല്ലല്ലോ കടന്നത്. ഇവന് പ്രേതല്ല പൊട്ട സ്ക്രിപ്റ്റ് കേട്ടില്ലേ? പ്രേതാണോ പേടിക്കണോ? ഇത് പ്രേതാണ്. ഞാൻ എന്തിനു വാസിക്കാനെ എടുക്കണം പറഞ്ഞു അഭിനയിക്കാനേ. അപ്പൊ ആരെ ഞാൻ ശരിക്കും എടുക്കണോ? ഇറച്ചില്ല എനിക്ക്. ഞാൻ എന്നോട് എപ്പോഴും പറയലില്ല എനിക്ക് ഇറച്ചിയില്ല. എന്തോ റിമോട്ടൊക്കെ തടയണേ. മസാജ് ചെയറിൽ ഇരുന്ന പോലല്ലേ പിന്നെ ചന്തി. അതൊക്കെ വ്ളോഗിലും ഇപ്പൊ സെൻസർ ചെയ്യലൊന്നുമില്ല. ഞാൻ ജിംഷേനപ്പോ ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ടാ എല്ലാരും ഇറങ്ങി ഞങ്ങളെ ഊക്കി വിട്ടു. ബാസിൽ ഇറച്ചി പ്രേതത്തിനോടാണ് ഇവിടെ വന്ന് കടന്ന മുത്തേ നിറഞ്ഞു വിട്ടു. നോക്കിട്ടെ അപ്പം എന്താ വരുന്നു പ്രേതം. വെള്ളം കൊളത്തിടോ എത്ര നേരം. അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു ബാസിലോ ഹർഷിനെ പഠിപ്പിച്ചാലോ? പാവാണ് പാവാണ്. സ്ക്രിപ്റ്റ് മൊത്തം പാടി എത്ര നേരം നിൽക്ക് നോക്കാലോ. കുറച്ചേരം പറഞ്ഞു ഞാൻ വന്ന് കണ്ണൊക്കെ എങ്ങനെ ഇവിടെ എല്ലാരും ചിരിച്ചാണ്. ചിരിച്ചണ്ടല്ലോ എല്ലാരും ചിരിച്ച ഇവിടെ മൊത്തം ചിരി. ഇതെന്താ അർസ് നീച്ച് കണ്ട് പിന്നെ കടന്ന് ഒരു കൂസലില്ല.
ഇനിയിപ്പോ അപ്പുറത്തെ റിസോർട്ട് കാര്യം പേടിപ്പിച്ച ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. എടാ സത്യം പറയണ്ടല്ലേ, നമുക്ക് നേരത്തെ അസീബിനെ ഇറക്കിയാൽ മതി, ബല പേടിപ്പിച്ചോ. അസീബിനെ എല്ലാരും മറന്നു. ഇവിടെ വന്ന് അഭിനയിച്ചാലേ ജനല്ലേ അങ്ങനല്ല, സീരിയസ് ആയി പോയി. അങ്ങനെ സീരിയസ് ആയി പോയി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു എളിയ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം സുഹൃത്തുക്കളെ, ഈ ഒരു എളിയ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.